ഹലോ, ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഈസ്റ്റർ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രത്യാശയൊക്കെ നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. എല്ലാവരും എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ചിലതൊക്കെയാണെങ്കിൽ ചിക്കൻ സ്റ്റൂവും അപ്പം ഒക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനും മോനും തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമുള്ള വളരെ മിനിമം ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഐറ്റംസ് ഒന്നും ഓരോ ഐറ്റം ഞാൻ ഉണ്ടാക്കണുള്ളൂ ഇന്ന് ഉച്ചയ്ക്കത്തേന്. അപ്പം കഴിക്കാനും കൂടെ ആള് വേണ്ടേ? അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം കേട്ടോ. രാവിലെ ഐശ്വര്യമായിട്ട് ചായയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഏലക്ക ഇടാത്ത ചായപ്പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഏലക്കയ്ക്ക് എനിക്ക് നല്ല ചിലവാണ്. ഏലക്ക ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട സമയത്ത് ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ടാകും, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇന്നലെ അരച്ച് വെച്ച മാവാണ്. അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാനായിട്ട്. ഇന്നലത്തെ തന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്കത്തെ പരിപാടിക്കായിട്ട് വന്നു. ആദ്യം ഞാൻ വിചാരിച്ചു മന്തി ഉണ്ടാക്കാവുന്നേ. പിന്നെ ആണെങ്കിൽ കുറച്ച് കൈമാ റൈസ് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബിരിയാണി ഉണ്ടാക്കിയേക്കാം. പിന്നെ അല്ലേ ആ റൈസ് ചീത്തയായിപ്പോവും. അപ്പോൾ നന്നായിട്ട് അരി കഴുകി അതിനെ കുതിരാനായിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചു. അപ്പം ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് റൈസ് ഉണ്ടാക്കി മാറ്റി വെക്കാം, എന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും വെച്ചിട്ട് അതിലേക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ നിന്നും കുറച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് കഴുകി വാരിയ റൈസും കൂടി ചേർത്തിട്ട് ഈ ഒരു റൈസ് നന്നായിട്ട് വറുത്തെടുക്കണേ. ഇതൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും, അതുവരെ നന്നായിട്ട് വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചോറ് കുഴയാതെ കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാമേ. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് എടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി റൈസ് റെഡി ആണെന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് റൈസ് വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ചിക്കൻ ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി പോലാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ വിചാരിച്ചൊരു ചേഞ്ചിന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് മാരിനേഷനായിട്ട് വെച്ചിട്ട് പിന്നെ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ടും പിന്നെ കുറച്ച് കിസ്മിസും ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഒരു പാനിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്ന് തന്നെയാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് പിന്നെ നമ്മുടെ 3 സവാള സ്ലൈസ് ആക്കിയത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. അത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. തക്കാളി നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, ഒരു അരമുറി നാരങ്ങയുടെ നീര്, പിന്നെ ഒരു ടീസ്പൂണോളം മാത്രം മതി ഗരം മസാല, പിന്നെ ആണെങ്കിൽ കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് വേകാനായിട്ടൊരു മസാലയൊക്കെ അതിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടി മാത്രം ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാമേ. ഇനിയും ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു സലാഡും കൂടി റെഡിയാക്കണേ. അപ്പോൾ കുറച്ച് സവാള, കുറച്ച് തക്കാളി, പിന്നെ പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് ഇതുപോലെ ഞെരടി കൊടുക്കണേ. ഇനിയും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സലാഡ് റെഡിയാണ്. അപ്പത്തിന് നമ്മുടെ ചിക്കനും മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ട് കിസ്മിസും ഒക്കെ ഇട്ടിട്ട് പിന്നെ വീണ്ടും അതിന് മുകളിൽ ചോറിട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ ആവർത്തിക്കുക. പിന്നെ ലാസ്റ്റിലാണെങ്കിൽ ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തത്. പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബിരിയാണി സെറ്റ്. ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള സ്പെഷ്യലുള്ള എന്തെങ്കിലും ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് കൂടുതൽ ഉണ്ടാക്കും, 1-2 ദിവസം കഴിക്കുകയും ചെയ്യും. പിന്നെ ഇനി അടുത്ത ക്രിസ്മസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴായിരിക്കും ഉണ്ടാക്കുന്നത്. അടിപൊളി ബിരിയാണി ആയിരുന്നേ.